എനിക്ക് അത്ര വലിയ പ്രതീക്ഷയൊന്നുമില്ല. കാരണം ഹൈലി സിസ്റ്റമിക് വയലൻസ് നിലനിൽക്കുന്ന ഒരു സമൂഹത്തിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നത്. അതിൽ തന്നെ ഞാനിപ്പോൾ ഈ ഇവിടെ ഇരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരായിട്ടുള്ള മനുഷ്യരോട് എനിക്ക് പറയാനുള്ളത്, ലൈംഗികത എന്ന് പറയുന്നത് ഹൈലി ഒരു പൊളിറ്റിക്കൽ ടൂളാണ്. ഇത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യത്തിനും അനാവശ്യത്തിനും പ്രയോഗിക്കുന്ന, ലൈംഗികതയെ തന്നെ ഒരു ക്രിമിനൽ പൊസിഷനിൽ നിർത്തുന്ന രീതിയിലേക്ക് മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇവരുടെ ഈ വാദപ്രതിവാദങ്ങളിലൊന്നും എനിക്ക് ഒരു താല്പര്യമില്ല. മറിച്ച് കുറച്ച് സ്ത്രീകൾ ഒരു അതിജീവിതയ്ക്കൊപ്പം നിലപാടെടുത്തുകൊണ്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ അവർ കൂടി ഉൾപ്പെട്ട അമ്മ എന്ന സംഘടനയ്ക്കകത്ത് ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കുകയും അവിടെ ഉണ്ടാവുന്ന മറ്റു പല പ്രശ്നങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവിടെ നിന്ന് പോരുക ചെയ്യുന്നത്. അത്തരം ഹിസ്റ്ററി ഒന്നും നമ്മൾ പറയണ്ട. അപ്പോൾ WCC എന്നൊരു സംഘടന രൂപപ്പെടുന്നു. അതിൻ്റെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് ഒരു ഹേമ കമ്മിറ്റി ഉണ്ടാവുന്നതും അത് പിന്നീടും ഈ 2019 സബ്മിറ്റ് ചെയ്ത ആ ഒരു റിപ്പോർട്ട് പുറത്ത് വരാൻ നമ്മൾ 4.5 വർഷക്കാലം തന്നെ സമ്മർദ്ദം ചെലുത്തേണ്ടി വന്നു. അപ്പോൾ ഇത് ഒരു ഇടതുപക്ഷ സർക്കാരായതുകൊണ്ട്, അല്ലെങ്കിൽ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ സാമൂഹ്യ നീതിയിൽ വലിയ പ്രത്യാശയുള്ള മനുഷ്യരായതുകൊണ്ട് ഇത് സ്വാഭാവികമായി പുറത്ത് വന്ന ഒരു കാര്യമല്ല. അത് നമ്മൾ ആദ്യം അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറാവണം. പാർട്ടി ഭക്തിയൊക്കെ നല്ലതാണ്, പക്ഷേ ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഐഡിയോളജി എന്ന് പറയുന്ന സംഗതിയിൽ നിന്ന് അത് വല്ലാതെ മാറിപ്പോയി എന്നുള്ള വേദനയൊക്കെ ഉള്ളവരാണ് എന്നെപ്പോലെയുള്ള സ്ത്രീകളൊക്കെ. ദാറ്റ്സ് ഫൈൻ, അതല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ എപ്പോഴും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ചളിയേറലിൽ ഏറ്റവും മുഖ്യമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ജസ്റ്റിസിൻ്റെ മുന്നിൽ റിവീൽ ചെയ്യപ്പെട്ട ഒരുപാട് വസ്തുതകളുണ്ട്. ഈ വസ്തുതകൾ മേലെ ഇനി ഉണ്ടാവേണ്ട നടപടിക്രമങ്ങളായിരിക്കണം നമ്മുടെ ഫോക്കസ്. ഇവിടെ എന്ന് പറയുന്നത് ഒരു ഇക്കിളി വിഷയമാണ്, ഒരു കളക്റ്റീവ് വോയറിസം ആണ് ഇപ്പോൾ ഈ ഒരു സെക്ഷൽ മാറ്ററിൻ്റെ പുറത്ത് നടക്കുന്നത്. അതാണ് സെൻസേഷൻ ഇവിടെ. പക്ഷേ സിനിമ എന്ന് പറയുന്നത് മഹത്തായ ഒരു കലാരൂപമൊന്നുമല്ല. അത് കോടികളുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള നൂറുകണക്കിന് മനുഷ്യരുടെ അധ്വാനം ചൂഷണം ചെയ്യുന്ന ഒരു വ്യവസായമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യാധ്വാനം നിലനിൽക്കുന്ന ഒരു വ്യവസായമാണ് എന്ന് ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ നമ്മൾ പഠിക്കുകയും അതിൻ്റെ പുറത്തുള്ള റെഗുലേഷൻസ്, ലേബർ നിയമങ്ങൾ, സിനിമ പോളിസികൾ, ഇതൊക്കെ ഉണ്ടാക്കാനുള്ള എന്തെല്ലാം നടപടികളാണ് ഉണ്ടാവേണ്ടത്. അതിൽ തന്നെ ഈ സമിതികൾ രൂപീകരിക്കുമ്പോൾ ആരോപണ വിധേയരായ മനുഷ്യരെ മാറ്റി നിർത്തിക്കൊണ്ട് സ്ത്രീകളുടെയും സാധാരണ തൊഴിലാളികളുടെയും ആത്മവിശ്വാസം കയ്യിലെടുക്കാവുന്ന വിധത്തിലുള്ള പ്രവർത്തന പദ്ധതി എന്താണ് ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത് എന്നാണ് എൻ്റെയൊക്കെ കൺസേൺ. അതല്ലാതെ ഇത്തരം ചെളിവാരി എറിയൽ, മന്ത്രിയുമായാലും മുഖ്യമന്ത്രി ആണെങ്കിലും, അല്ലെങ്കിൽ MP ആണെങ്കിലും കേന്ദ്രമന്ത്രിയാണെങ്കിലും അവർക്ക് അവരുടെ ഡെക്കോറം കീപ്പ് ചെയ്യുന്ന ഒരു പെരുമാറ്റച്ചട്ടം ഇനി നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല. അതൊക്കെ അവരും അവരുടെ പാർട്ടിയും അതിൻ്റെ നിലവാരം അനുസരിച്ച് പഠിച്ചെടുക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ നമ്മളുടെ എക്സ്പെക്ടേഷൻ ഇതാണെന്ന് തന്നെ നിരന്തരം പറയേണ്ടി വരും. തീർച്ചയായും അത്